ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ പലപ്പോഴും ജീവിത പങ്കാളിയെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കരുത്. അങ്ങനെ ശ്രമിച്ച് നമ്മൾ ക്ഷീണിക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമ്മൾ വിഷമത്തിലാവുന്ന, ഡിപ്രസ്ഡ് ആവുന്ന, പ്രതീക്ഷ നഷ്ടപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ എല്ലാ പോരായ്മകളും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഒരുപാട് പോരായ്മകളുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോരായ്മകൾ അറിയുന്ന ഒരാളായതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളും പറയുമ്പോഴേക്കും അവർ നമ്മുടെ പോരായ്മകളിലോട്ട് ചൂണ്ടിക്കാണിക്കും. അവർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാൻ തയ്യാറാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് മൂന്നാമതൊരു തേർഡ് പാർട്ടിയുടെ മുൻപിൽ നിങ്ങൾ ചെല്ലുക എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുക. അതൊരു കൗൺസിലർ ആവാം, അതല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഒരിക്കലും അവരോട് പറയരുത് ഓക്കെ ഇങ്ങനെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, നിൻ്റെ സ്വഭാവം നന്നാക്കണം, അതിനുവേണ്ടി കൊണ്ടുപോകാമെന്ന് പറയാതെ മറിച്ച് നമുക്കൊരു ട്രെയിനിങ് പ്രോഗ്രാം, നല്ലൊരു പ്രോഗ്രാം നമുക്കൊന്ന് അറ്റൻഡ് ചെയ്യാം, വളരെ നല്ലതായിരിക്കും, നല്ല രസമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കൊണ്ടുവരിക. ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക. സ്വാഭാവികമായിട്ടും പങ്കെടുക്കുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവും, അവരത് പങ്കെടുക്കുന്നതോട് കൂടിയിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി അവർ മോബ് സൈക്കോളജി എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് ഒരാൾ കൈയടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ളവരും കൈയടിക്കുന്ന ഒരു പ്രവണതയാണ് ഈ മോബ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഒരു പരിശീലകൻ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഇവരെല്ലാവരും അനുസരിക്കുകയും വിശ്വസിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ ആ ഒരു പ്രത്യേകം ഒരു കൂട്ടം, ഒരു സമൂഹം അത് ഉൾക്കൊള്ളുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഇവരും അതിനെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അതിലൂടെ ഇവരുടെ ലൈഫിൽ മാറ്റമുണ്ടാകുന്നു. അത് വളരെ പവർഫുള്ളാണത് മോബ് സൈക്കോളജി എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ഇമ്പാക്റ്റിലൂടെ ഇത്തരത്തിൽക്കാരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ജീവിത പങ്കാളിയുമായിട്ട് കഷ്ടപ്പെട്ട് പൊരുതി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് പോകുന്നതിന് പകരം നമ്മൾ ഇത്തരത്തിലുള്ള ഒരു മെത്തേഡ് ഉപയോഗിക്കുക. അവരെ നല്ല നല്ല പ്രോഗ്രാമുകളിലോട്ട് പങ്കെടുപ്പിക്കുക. അവരുമായിട്ട് കൂടെ ഒരുമിച്ച് വന്നിട്ട് പങ്കെടുത്തിട്ട് ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തുക.